നമസ്കാരം. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, എനിക്കിഷ്ടപ്പെട്ട നേതാവാണ്, അഹങ്കാരമില്ലാത്ത നേതാവാണ്, സുതാര്യമായ നേതാവാണ്. അദ്ദേഹം പരിചയപ്പെട്ട നാൾ മുതൽ അദ്ദേഹത്തോടൊരു ബഹുമാനമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള CPIയുടെ ബിനോയ് വിശ്വം ഇന്ന് 4 സ്ഥാനാർത്ഥികൾ, കേരളത്തിൽ 4 മണ്ഡലങ്ങളിലാണ്, പാർലമെൻറ്റ് മണ്ഡലങ്ങളിലാണ് CPI നിൽക്കുന്നത്. തിരുവനന്തപുരം, പിന്നെ മാവേലിക്കര, അതേപോലെ തൃശ്ശൂരും, അതേപോലെ വയനാടുമാണ്. ഈ 4 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാടാണ്. വയനാട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും CPI ജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലമാണ്. ആനി രാജയാണ് അവിടെ സ്ഥാനാർത്ഥി. ആനി രാജ അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് എന്തിനാണെന്ന് അറിയില്ല. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ എങ്ങനെയാലും ഒരു 4.5-5 ലക്ഷം രൂപ വോട്ടിന് ജയിക്കും. പിന്നെ എന്തിനാണ് ആനി രാജ വന്നത്? പ്രത്യേകിച്ച് ആനി രാജയ്ക്ക് ഒരു പേരും പ്രശസ്തിയുമുള്ള ഒരു നേതാവാണ്. അവർ നാഷണൽ ലീഡറാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ലീഡറാണ്. മാത്രമല്ല CPIയുടെ കരുത്തുറ്റൊരു നേതാവും ദേശീയ മുഖത്തിൽ കാണിക്കുന്ന ഒരു നേതാവിനെ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടാൻ എന്തിനാണ് കൊണ്ടേൽപ്പിച്ചത്? കാരണം അദ്ദേഹം അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആനി രാജ കേരളത്തിൽ വന്ന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യ മുന്നണി തന്നെ തമ്മിലടിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ കാരണമായി തീരും. എന്തായാലും തോൽക്കും. ഏതെങ്കിലും ചപ്രാച്ചി ഏതെങ്കിലും നേതാക്കന്മാരെ കൊണ്ടിട്ടാൽ പോരെ? എന്തിനാണ് ഈ ബഹുമാനിയായ ആനി രാജയെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഏത് കാര്യവും മുഖത്തു നോക്കി വെട്ടിത്തുറന്ന് പറയുന്ന ആനി രാജ പാർട്ടിയുടെ മനസ്സാണ്, അതേപോലെ പാർട്ടിയുടെ മുഖവും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ടായിരുന്നു. രണ്ടാമത് നമുക്ക് VS സുനിൽകുമാറാണ് തൃശ്ശൂർ. അത് കുഴപ്പമില്ല, അത്രയും VS സുനിൽകുമാർ ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വരേണ്ടത് ആവശ്യമാണ്. പക്ഷെ അവിടെ കച്ചവടമാണ്. പിണറായി വിജയൻ കച്ചവടം വെച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. അതായത് BJPയുമായിട്ട് മാസപ്പടി വിവാദത്തിൽ അവസാനം ഏറ്റിരിക്കുന്ന 100% BJPയെ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ഏറ്റവും ചുരുങ്ങിയത് ഓരോ മണ്ഡലത്തിൽ നിന്നും 10,000 മുതൽ 15,000 വോട്ട് വരെ CPMൻ്റെ വോട്ട് ആർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? BJP സ്ഥാനാർത്ഥി, അതാരാണ്? സുരേഷ് ഗോപി ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥലത്ത് VS സുനിൽകുമാറിന് എന്താണ് ചെയ്യാൻ പറ്റുക? അത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. VS സുനിൽകുമാർ ബഹുമാന്യനായ ഒരാളാണ്, അഴിമതിയില്ലാത്ത ആളാണ്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം നേരത്തെ MLA ആയിട്ടുണ്ട്, അവിടെ നിന്ന് മന്ത്രിയായിരിക്കുമ്പോൾ തിളങ്ങിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇനി മൂന്നാമത്തെ ഒരാൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ആളാണ്. എപ്പോഴും ഒരു സത്യസന്ധതയുള്ള മുഖമാണ് അദ്ദേഹത്തിൻ്റെ. CPIയുടെ സത്യസന്ധമായ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പന്ന്യൻ രവീന്ദ്രൻ. പലതൊന്നും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരൻ കൂടിയാണ്. എന്തിനാണ് തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിട്ടത്? വളരെ വ്യക്തമായിട്ട് പറയാം, പന്ന്യൻ രവീന്ദ്രനെയും അതേപോലെ തൃശ്ശൂരിലെ സീറ്റിലും പിണറായി വിജയൻ കച്ചവടം ചെയ്ത് കഴിഞ്ഞു. ഈ തിരുവനന്തപുരത്തും ഏറ്റവും ചുരുങ്ങിയത് ഓരോ മണ്ഡലത്തിനും 10,000 വോട്ട് വീതം, അല്ലെങ്കിൽ 15,000 വോട്ട് വീതം വരെ കൊടുത്തിരിക്കണം. CPM കൊടുത്തിരിക്കണം. ആർക്ക്? BJP കൊടുത്തിരിക്കണം. ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖറായിരിക്കും, ചിലപ്പോൾ കേന്ദ്രമന്ത്രി തന്നെയായിരിക്കും, അതായത് ധനകാര്യമന്ത്രി തന്നെയായിരിക്കും വന്ന് മത്സരിക്കുക. ആരാണെങ്കിലും അവിടെ നിന്ന് ജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയനുണ്ട്. കാരണം മാസപ്പടി വിഭാഗത്തിലെ രണ്ടാമത്തെ ഒരു സ്ഥലമാണ്, കച്ചവടം ഉറപ്പിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. ആറ്റിങ്ങൽ എന്തായാലും വരേതല്ല. എന്തായാലും പിന്നെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? മാവേലിക്കരയാണ്. മാവേലിക്കര വലിയ ഇപ്പോൾ വന്നിട്ടുള്ള സർവേകളിലെല്ലാം തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറിയാം എന്ന് പറയുന്ന ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ എതിർ സ്ഥാനാർത്ഥി. ഇപ്പം വന്നിരിക്കുന്ന CS അരുൺകുമാറാണ്. അപ്പോൾ അരുൺകുമാർ എത്രമാത്രം അവിടെ വോട്ട് പിടിക്കുമില്ല എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ആ സീറ്റും പിണറായി വിജയൻ കച്ചവടം ചെയ്യാം. എന്തായാലും മാവേലിക്കര മാത്രമാണ് ഒരു ഹോപ്പുള്ളത്. 3 സ്ഥലത്തും തോൽക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായിട്ടാണ്, ബലിയാടുകളായിട്ടാണ് CPI സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും എനിക്കില്ല. എനിക്ക് ബിനോയ് വിശ്വത്തോട് എല്ലാ ആദരവുമുണ്ട്. അദ്ദേഹം കറ പുരളാത്ത, അഴിമതി പുരളാത്ത, സത്യസന്ധനായ ഒരു നേതാവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നന്ദി, നമസ്കാരം.